എല്ലാവർക്കും നമസ്കാരം. മലയാളീസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്സയ്ക്ക് ഉപയോഗിക്കുന്ന ചട്നിയാണ്. എല്ലാവരും കപ്സ ഉണ്ടാക്കുന്നതോടൊപ്പം ഈ ചട്നിയും ഉണ്ടാക്കി കഴിക്കുക. യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേരുവകൾ: തക്കാളി 4 എണ്ണം, പച്ചമുളക് 4 എണ്ണം, നാരങ്ങ നീര് ആവശ്യത്തിനാണ് എടുക്കേണ്ടത്, വെളുത്തുള്ളി, ചെറുജീരകം, മല്ലിയില, ഉപ്പ്, ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. തക്കാളി ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിടാം. നാല് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 തക്കാളിക്ക് നമ്മൾ 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ എരിവൊന്നും വേണ്ടാത്തതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ചെറുതായിട്ടൊന്ന് അരയ്ക്കാം. ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയാണ് മല്ലിയില ചെറുതായി അരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കൂടിപ്പോകരുത് യാതൊരു കാരണവശാലും. നാരങ്ങ നീര് ചേർക്കുമ്പോൾ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ തയ്യാറാക്കിയ കപ്സയ്ക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.